എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ 2025 മോഡലായ SP125 ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്കിപ്പം ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2024 SP125 അപേക്ഷിച്ച് 2025 SP125 വരുമ്പോഴത്തേക്ക് ഒരുപാട് അപ്ഡേഷൻ നമുക്ക് ഹോണ്ട തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ആദ്യത്തെ ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് വൈസർ ആണ്. പഴയ 125 കാണുന്ന വൈസറേ അല്ല, ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വൈസറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതായത് ഈ ഭാഗം ഇങ്ങനെ വന്നിട്ട് ഒരു കൂർമിച്ച ഒരു ഭാഗമായിട്ട് വന്നിട്ട് അതിനോട് ചേർന്ന പുതിയ ഡിസൈനുള്ള ഒരു പുതിയ LED ലൈറ്റും അതുപോലെ തന്നെ പുതിയൊരു വിൻഷീൽഡും പുതിയൊരു വൈസറുമാണ് നമുക്ക് ഹോണ്ട തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് LED നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഒരു ഡിസൈനിൽ 2 സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ബ്രൈറ്റ് അതുപോലെ ഡിമ്മ് അതുപോലെ തന്നെ 2 പാർക്ക് സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ താക്കോൽ ഓണാക്കി നോക്കുമ്പോൾ അത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു പ്രത്യേക ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്കിത് നോക്കുമ്പോൾ കാണാം. അതായത് ഈ പാർക്ക് സെക്ഷൻ നോക്കുമ്പോൾ തന്നെ ഈ സൈഡിലും അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടും ഒരു പാർക്ക് സെക്ഷൻ കൊടുത്തിരിക്കുന്നു. തൊട്ട് താഴെ ഒരു ഡോട്ടിലും പാർക്ക് സെക്ഷനും കാര്യങ്ങളിലേക്ക് കൊടുത്തേക്കുന്നു. ദൂരോട്ട് മാറി നോക്കുമ്പോൾ ഈ രീതിക്കാണ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. വൈസർ നോക്കുമ്പോഴത്തേക്കും വിൻഷീൽഡ് ഈ ഒരു ഡിസൈനിൽ വന്നേക്കുന്നത്. വിൻഷീൽഡ് ടോട്ടലി ഡിഫറൻ്റായിട്ട് ഒരു മാറ്റമാണ് വന്നേക്കുന്നത്. ഈ സൈഡിൽ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലും ആ സെയിം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കുമ്പോൾ ഫ്രണ്ട് മഡ്ഗാർഡ് നോക്കാം. ഫ്രണ്ട് മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ പഴയ ആ വണ്ടിയുടെ വന്നിട്ടുള്ള ഫ്രണ്ട് മഡ്ഗാർഡും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ടയർ സൈസും ആ പഴയ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 80-100-18 ആ ടയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്ക് വന്നിരിക്കുന്നു. അതുപോലെ സിംഗിൾ കാലിപ്പറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകം സൈഡ് ലുക്കിൽ വരുവാണെങ്കിൽ പഴയ ആ SP125 ടാങ്കിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഗ്രാഫിക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ നല്ല റെഡ് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് ഫിനിഷിൽ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ SP125 എന്ന് പറഞ്ഞൊരു നെയിം ടാഗും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നേരെ കൗൾ പീസിലോട്ട് നോക്കുകയാണെങ്കിൽ കൗൾ പീസിലും മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് വൈസ് നോക്കുമ്പോൾ ഇതാണ് വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നേരെ സീറ്റിലേക്ക് പോകാം. സീറ്റും ആ പഴയ സീറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോഴും ആ പഴയ ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പുറമോട്ട് വരുമെന്ന് അപേക്ഷിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നേരെ വരുമ്പോൾ ടെയിൽ ലൈറ്റ് അസംബ്ലിയിലേക്ക് പോകാം. ടെയിൽ ലൈറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനിലാണ്. അതായത് SP160 വന്നിരിക്കുന്ന ആ ഒരു സെയിം ടെയിൽ ലൈറ്റ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. സെയിം ഷേപ്പ് കൊടുത്തിരിക്കുന്ന ടെയിൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പുറമോട്ട് വരുമ്പോഴത്തേക്കും ടെയിൽ എൻഡിലേക്ക് നോക്കുക. അതായത് ഇതിൻ്റെ മഡ്ഗാർഡ് RR മഡ്ഗാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടൊരു മഡ്ഗാർഡ് കൊടുത്തിരിക്കുന്നു. പഴയതിനെക്കാട്ടി കുറച്ചൊരു വീതി കൂട്ടിയ ഒരു മഡ്ഗാർഡും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം ഹോണ്ട SP125 കൊടുത്തിരിക്കുന്നത്. ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സൈലൻസർ നോക്കുകയാണെങ്കിൽ ആ പഴയ സൈലൻസർ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സിൽവർ കളറിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഫുഡ് റെസ്റ്റും കാര്യങ്ങളും പെടലും എല്ലാം പഴയ വണ്ടിയുടെ ആ സെയിം ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സൈഡിൽ ഒരു ഹോൾഡബിൾ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് 100-80-18, അതായത് ആദ്യം ഇറങ്ങിയ SP125 അല്ല, 2024 മോഡൽ SP125 ആണ് ടയറിന് കുറച്ച് വീതി കൂട്ടി ഇറക്കിയിരിക്കുന്നത്. മറ്റേത് കുറച്ച് പഴയ 125 കുറച്ചൊരു വീതി കൂട്ടി ഇറക്കിയ ടയറാണ് 2024 മോഡൽ വന്നിരുന്നത്. ആ മോഡലിൽ വന്നിരിക്കുന്ന അതേ ടയർ തന്നെയാണ്, ആ സൈസ് തന്നെയാണ് ബാക്കിൽ ഈ പ്രാവശ്യം 2025 കൊടുത്തിരിക്കുന്നത്. നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആ സെയിം ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ ആ ഗ്രാഫിക്സും എല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. സൈഡിൽ ഈ സൈഡ് കവർ പ്ലേസിൽ ഒരു ഹോൾഡയുടെ എംബ്ലം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പുറത്തെ സൈഡിലും അതിന് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നിരിക്കുന്നത്. ആ പഴയ വണ്ടിയിൽ നിന്ന് വന്നിരുന്ന ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വണ്ടിയിലും വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ടെയിലൈറ്റ് നേരത്തെ കൊടുത്തിരിക്കുന്നത് ഇതിന് മുമ്പുള്ള വണ്ടിയിൽ ഒരു ഹാലജൻ ബൾബ് വന്നിരിക്കുന്നതാണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെയിലൈറ്റ് എന്ന് പറയുന്നത് LED ആണ്, ഫുൾ LED. നമുക്ക് കീ ഒന്ന് ഓണാക്കി നോക്കാം. കീ ഓണാക്കുമ്പോഴത്തേക്കും ഈ ഒരു ലുക്കിലാണ് നമുക്ക് LED കാണുന്നത്. പിന്നീട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഫുള്ളി ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. ഒരു TFT ഡിസ്പ്ലേ നമുക്ക് കൊടുത്തിരിക്കുന്നു ഹോണ്ട. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാം. മീറ്റർ ഓണാകുമ്പോൾ ഈ ഒരു
ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും ആക്റ്റീവ് 125 പോലെയല്ല, ഇതിന് നാവിഗേഷന്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ വോയിസ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫുൾ ലോഡലായിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്രാവശ്യം ഹോണ്ട തന്നിരിക്കുന്നത്. നേരത്തെ ഉള്ള വണ്ടികളിലൊക്കെ ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല, നാവിഗേഷൻ ഒന്നും ഇല്ലെന്ന്. പക്ഷേ 125 ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ അതെല്ലാം വരുന്നുണ്ട്, പക്ഷേ സാധാ ഇതിൽ വരുന്നില്ല. പക്ഷേ നമുക്ക് SP 125 വരുമ്പോഴത്തേക്കും ആ പോരായ്മ എല്ലാം നികത്തിക്കൊണ്ട് ഒരു ഫുള്ളി ലോഡായിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഫംഗ്ഷനിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നോക്കാം. ഹാൻഡിൽ ബാർ ഇങ്ങനെ കാണുന്ന ഒരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ടോട്ടലായിട്ട് ഡിഫറൻ്റ് ആയിട്ട് ഇതിൽ വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വിച്ച് അസംബ്ലിയാണ്. സ്വിച്ച് അസംബ്ലി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഒരു 4 ബട്ടണായിട്ടുള്ള ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ സ്വിച്ചാണ് നമ്മൾ മീറ്റർ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ സ്വിച്ച് അസംബ്ലി, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, ഇവിടെ ഡിം ബ്രൈറ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. നേരെ ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ബൈക്കുകളിലും കാണാത്ത ഒരു സംഭവമാണ് നമുക്ക് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം. എല്ലാ സ്കൂട്ടറുകളിലും, എല്ലാ കമ്പനിയുടെ എല്ലാ സ്കൂട്ടറുകളിലും കണ്ടുവരുന്ന ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം ആദ്യമായി ഹോണ്ട ഒരു ബൈക്കിൽ അവതരിപ്പിക്കുന്നത് SP 125 അത് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നു. ഫംഗ്ഷൻ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടല്ല, എല്ലാ വീഡിയോയിലും എല്ലാവർക്കും പൊതുവായി അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എവിടെയെങ്കിലും ട്രാഫിക്കിൻ്റെ അവിടെ പോയിരുന്ന വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നീട് നമുക്ക് ആക്സിലറേറ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ വണ്ടി സ്റ്റാർട്ടാകും. ആ ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ച് ഹാൻഡിൽ ബാർ കൊടുത്തിരിക്കുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നു ക്ലച്ചിൻ്റെ അവിടെ. നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെയാണ്. ഫംഗ്ഷന് വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ അഡീഷണൽ നമുക്ക് ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. മീറ്ററിലേക്ക് വരുവാണെങ്കിൽ മീറ്റർ നമുക്ക് ഓൺ ആക്കിയതിന് ശേഷം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം. വേറൊന്നുമല്ല, നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ, അതായത് ആക്റ്റീവ് 125 കാണിച്ച പോലെ തന്നെ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ വരും. കണ്ടില്ലേ, പെട്രോളിൻ്റെ വന്നിട്ടുണ്ട്, കണ്ടോ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നേരെ താപ്പോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ മാറിക്കൊണ്ടേയിരിക്കും. കണ്ടോ ഓപ്ഷൻ മാറുന്നുണ്ട്. സെറ്റിങ്സിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പോർഷൻ വരും. അതിനകത്ത് ഫംഗ്ഷന്, ഡിസ്പ്ലേ കാര്യങ്ങൾ, ജനറൽ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരാം. അപ്പോൾ നമുക്ക് ജനറലിൽ പോയി കഴിഞ്ഞാൽ ഇതിവിടെ നമുക്ക് ബ്ലൂടൂത്ത് പെയറിംഗ് സിസ്റ്റം, അതിന് റീസെറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ ബാക്കി പോകാം. ഇതിൻ്റെ എങ്ങനെയാണ് SP 125 അതുപോലെ മറ്റ് വണ്ടികളിലെല്ലാം മീറ്റർ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ വന്നിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത്. മീറ്ററിൽ അവർ ആഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എക്കോ മോഡ് കാണാം, പിന്നെ RPMൻ്റെ സെക്ഷൻ കാണാം, പിന്നെ പെട്രോളിൻ്റെ സെക്ഷൻ കാണാം. ഇവിടെ റിയൽ ടൈം മൈലേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം നമുക്കതിന് സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മീറ്റർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു കൊണ്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വേറെ വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എൻജിനിലാണ്. എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ ഒരു മാറ്റമില്ല, പഴയ എൻജിനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ വന്നിട്ടുള്ളത് OBD2B എന്ന് പറഞ്ഞ ഒരു അപ്ഡേഷൻ നമുക്ക് ഈ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. OBD2Bയുടെ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 0 എമിഷൻ ഉദ്ദേശിച്ചാണ് ഹോണ്ട ഇപ്പോൾ നമുക്ക് നിലവിൽ OBD2B വണ്ടി ഇറക്കുന്നത്. നിലവിൽ നമുക്ക് മറ്റു വാഹനങ്ങളൊന്നും OBD2 വണ്ടികൾ ഇതുവരെ നിലത്തിൽ ഇറങ്ങിയിട്ടില്ല. നമുക്ക് ആദ്യമേ ഇറങ്ങുന്നത് ഹോണ്ട എന്ന വണ്ടിയിലാണ്. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 1 പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു മീറ്ററിൻ്റെ RPM കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർക്കാവുന്നതായിട്ട് കാണാം. ഇത്രയൊക്കെ മാറ്റങ്ങളാണ് 2025 മോഡൽ SP 125 നമ്മുടെ ഹോണ്ട നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ OBD2B വരുന്ന വാഹനങ്ങളുടെ എല്ലാ മീറ്റേഴ്സിൻ്റെ ഫംഗ്ഷനും അതെങ്ങനെ സെറ്റ് ചെയ്യണം, എങ്ങനെ ബ്ലൂടൂത്ത് പെയർ ചെയ്യാം, ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, ആപ്ലിക്കേഷൻ എങ്ങനെ പെയർ ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.